നീ ആളെ മാറിപ്പോയല്ലോ. ഇപ്പോൾ തനി ഒരു പട്ടത്തിയമ്മയായി. മൂപ്പരെങ്ങനെ തടി വെച്ചോ? വിഷയനെ എന്ത് തടി വെക്കാനാണ്? നീ ഇവിടെ എങ്ങനെ വന്നു? ഞാനിവിടെ ടെലിഫോൺ ഓപ്പറേറ്ററാണ്. ടെമ്പററി പോസ്റ്റാ. എഴുതാൻ സമയം കിട്ടിയില്ല. 3 ദിവസമേ ആയുള്ളൂ. വാ, വീട്ടിലൊന്ന് കയറിയിട്ട് ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് പോകാം. ഇന്നൽപ്പം താമസിച്ച കുഴപ്പമൊന്നുമില്ലെന്നേ. പാർട്ട്ണർ വരുമ്പോ ഞാൻ വിസിറ്റ് ചെയ്ത കാര്യവും അന്വേഷണങ്ങളും ഒക്കെ അറിയിച്ചേക്കണേ. ഇപ്പൊ രണ്ടുപേരും വലിയ ആൾക്കാരായി പോയില്ലേ? ആരാ ഒരു പുതുമുഖം? എന്റെ ഫ്രണ്ടാണ്. എത്ര നാളെ ഇവിടെ വന്നിട്ട്? 1 മാസം. എവിടെ വർക്ക് ചെയ്യുന്നു? ടെലിഫോൺസിൽ. കൊള്ളാം. പഠിച്ചത് സംഗീതം, ജോലി ടെലിഫോൺസ്. നല്ല കോമ്പിനേഷൻ. നേരെ ഇരുത്തി തുടങ്ങി. വേഗം പോയിക്കോളൂ. ഞാൻ രാമു രാമനാഥൻ. എ വെരി ഡേഞ്ചറസ് പേഴ്സൺ ബട്ട് ലവബിൾ. അദ്ദേഹത്തിന്റെ ബ്രദറാണ്. കല്യാണം കഴിഞ്ഞു? ഇല്ല. നേരം വൈകി. പോയിക്കോളൂ. സമയം കിട്ടുന്ന വരണേ. ഞാനും വരാം വീട് വരെ. ഒരു കൂട്ടിന്. വീടല്ല, ഹോസ്റ്റലാണ്. അവള് തന്നെ പോയിക്കോളൂ. കമാ. രാധയെ കാണുമ്പോ എന്റെ അന്വേഷണം പറയണേ. വരട്ടെ. ബൈ. ഒന്ന് നിർത്തോ? ഒന്ന് നിർത്തോന്ന്. വാട്ട്സ് ദ പ്രോബ്ലം? എനിക്കൊരല്പം ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓ, ചേട്ടത്തി ഒരു നർത്തകിയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഐ വുഡ് ലൈക്ക് ടു സീ യുവർ ഡാൻസ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റാരെയും കാണിക്കാനല്ല. കം ഓൺ. ഐ ലവ് ഡാൻസ് ആൻഡ് മ്യൂസിക്. യു സീ, ഞാനൊരു നല്ല നർത്തകനാണെന്ന കാര്യം ഏട്ടത്തിക്ക് അറിയാമല്ലോ. അങ്ങനത്തെ കോപ്രായമല്ല എന്റെ ഡാൻസ്. ഞാൻ കാണിക്കുന്ന കോപ്രായമാണെങ്കിലേ ഏടത്തിലെ ഭരതനാട്യം, കച്ചിപ്പൊടി, അതൊക്കെ ശുദ്ധ കോമാളിത്തരങ്ങളാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ 2 കോപ്രായങ്ങളും തമ്മിലൊന്ന് മത്സരിച്ച് ഇതിലേതാണ് നല്ല കോപ്രായം നമുക്കൊന്ന് തീരുമാനിക്കാം. പാശ്ചാത്യവും പൗരസ്യവും തമ്മിലൊരു ക്ലാഷ്. ആർ യു റെഡി ടു ഡാൻസ് വിത്ത് മീ? ഇല്ല. അപ്പോഴേ എന്റെ ഓഫർ നിങ്ങൾ സ്വീകരിക്കാത്ത നിലയ്ക്ക് നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ നിർത്തിയ ശേഷം നിങ്ങൾ തുടങ്ങാം. அவரோட தம்பி. தம்பி. இதுனா வாத்திய சங்கீதமா பைத்திய சங்கீதமா? வாங்க உள்ள போலாம். மாப்பிள்ளைங்க கச்சேரிக்கு போயிருக்கார். வந்துட்டிല്ല. தியாகராஜ ആരാധനയ്ക്ക് പോയിരുന്ന പോതും സംഗീത സഭക്കാർ പുരന്ദര സ്മൃതി നടത്തിയ പോതും അവർക്ക് നിറയെ വിരുദുകൾ கிடைச்சது. அதெல்லாம் சந்தோஷம் தானம்மா. நான் பத்திரம் வாசிக்கிறேனே. உனக்கு சௌக்கியமா? ஆர் யூ ஆல் ரைட்? அதென்ன அப்படி கேக்குறேன்? நீ சாதகம் நிறுத்திட்டியா? அப்படிയൊന്നും இல்லை. அது போராது. நீ படிச்சுதான் ஆகணும். നാട്യം ജന്നി, ഇറ്റ്സ് എ ബോൺ ടാലന്റ് ഫോർ യു. കഴിവ് നിനക്കും ആഗ്രഹം എനിക്കുമായി. കലാവാസന കളഞ്ഞു കിട്ടിയ ഒരു ചെലങ്ക പോലാണ്. ചെലങ്ക കളഞ്ഞു കിട്ടിയോണ്ട് മാത്രം ഒരാൾ നാട്യക്കാരനാവില്ല. കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നാട്യക്കാരനാവാൻ പറ്റൂ. ജന്നി, മടി കുടിയെ കെടുക്കും എന്ന് നമ്മ ഭാഷയിൽ ചൊല്ലുക. നിനക്ക് മടി പാടില്ല. ആട്ടെ, നിന്റെ പക്കവാദ്യം ആരൊക്കെയാ? എനിക്ക് ടേപ്പ് റെക്കോർഡർ തന്നെ ധാരാളമാണ്. അത് പോരാ, ഇവിടെ പ്രൈവറ്റ് അക്കാഡമി ഉണ്ടല്ലോ. ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. അത് വേണമാ? വേണം. യു ഷുഡ് പ്രാക്ടീസ്. നാളെ തന്നെ പോയി തുടങ്ങണം. തമ്പുരിങ്ങനെ നാളെ രാത്രി കച്ചേരി കൊള്ളാം. വല്ല ഷാപ്പിലും പോയി ഉറങ്ങിക്കളായിരുന്നു.
ഇതിൽ പോയി കിടന്ന് ഉറങ്ങ്. இந்த தடியனுக்கும் 2 கடத்துக்கு நடுவில் எப்படி ஒரு ஆளுக்கு உட்கார முடியும்? கர்மம். ഉം. എങ്ങോട്ടാ രാവിലെ ചിലങ്കയൊക്കെ ആയിട്ട്? എങ്ങോട്ടുമില്ല. കാപ്പിട്ടല്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. എന്താ മാമനാരുടെ ശടം വന്ന് കിടക്കുന്നേ? ഡാൻസ് പ്രാക്ടീസിന് പോവാൻ. അപ്പൊ ഇവിടെ ആയിക്കൂടെ? ഇവിടെ ഇവിടെ എന്താ കുഴപ്പം? അമ്പിയും മറ്റും ഇല്ലേ, അവനൊരു ഉപദ്രവം ഉണ്ട്. കള്ളം പറയുമ്പോ വിശ്വസിക്കുന്ന രീതി പറയണം, അല്ലെങ്കിൽ പറയാൻ പോരുത്. സ്റ്റേജിൽ 10,000 പേരുടെ മുമ്പിൽ കെട്ടിച്ചവൻ ഞാടാം. ഇവിടെ ഒരു കൊച്ചു ഇറക്കമുള്ളതുകൊണ്ട് വയ്യ. കാര്യം അറിയാതെ വിശ്വസ് സംസാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്കണം. ഒന്നും പറയണ്ട. മൂപ്പിൽസിന് എത്രയും വേഗം മോളെ നാട്യശ്രീ ആക്കാനുള്ള ധൃതിയായിരിക്കും. അപ്പൊ പിന്നെ വീട്ടിലെ സാധനമൊന്നും പോരാ. ഈ കള്ള കഴിവറ എന്നെ വാങ്ങിക്കും. சின்னசாமி, இன்னைக்கு நான் பிராக்டிஸ்க்கு வரலன்னு அப்பாட்ட சொல்லுங்க. ശരിയമ്മ. എന്തോന്നാടാ ഇത്? ഇത് ഗോവയും കോവളമൊന്നുമല്ല. മനുഷ്യർക്ക് ജമിന് കേട്ട് കിടക്കണം. ഇതാണ് എന്റെ മ്യൂസിക്. ചേട്ടൻ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമ്മൾ 2 ധ്രുവങ്ങളിലല്ലേ ജീവിക്കുന്നു. പക്ഷേ ഇപ്പൊ നീ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഓർത്താ കൊള്ളാം. അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ട്. വെറുതെ ഒച്ച ആളെ കൂട്ടരുത്. അപ്പൊ ചേട്ടൻ ഇവിടെ നിന്ന് കീറുമ്പോഴും ചേട്ടത്തി വന്ന് തുള്ളിച്ചാടും ഇവിടെ ഒച്ചയൊന്നുമില്ല അല്ലേ? ഉണ്ട്. പക്ഷേ അത് ചിട്ടപ്പെടുത്തിയ കേൾക്കാൻ ഇമ്പമുള്ള സംഗീതമാണ്. അതിനോട് ആർക്കും എതിർപ്പുണ്ടാവില്ല. ഓ, അപ്പൊ ഗിറ്റാറിന്റെ സംഗീതം കേൾക്കാൻ കൊള്ളില്ലെന്നും അത് ചിട്ടപ്പെടുത്തിയല്ലെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാനൊരു തല്ലുപൊളി ഗിറ്റാറിസ്റ്റാണല്ലേ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ നിലവിളി ഇവിടെ പാടില്ല. ഇത് നിലവിളിയല്ല, എന്റെ സംഗീതമാണ്. എനിക്ക് നിലവിളിയായിട്ടാണ് തോന്നുന്നത്. യു ആർ ഇൻസൾട്ടിംഗ് മൈ മ്യൂസിക്. ഐ എം നോട്ട് ഇൻസൾട്ടിംഗ് എനിവൺസ് മ്യൂസിക്, ബട്ട് യുവർ മ്യൂസിക് വിൽ നോട്ട് ഡൈജസ്റ്റ് വിത്ത് മീ. ദാറ്റ്സ് ഓൾ. മനുഷ്യനും അല്പം സ്വൈര്യവും സ്വസ്ഥതയും വേണം. ഓക്കെ, സാരമില്ല. ഏകാന്തതയിൽ പോയിരുന്ന് പാടാം. ആ ഒരു സംതൃപ്തി മറ്റൊരിടത്തും കിട്ടില്ലല്ലോ. ആ ചെല്ല്. ഇവിടെ സ്വസ്ഥത ഉണ്ടാവല്ലോ. കോപത്തിലായിരിക്കും അല്ലേ? ഒരല്പം കോപമുള്ളപ്പോ നിന്നെ കാണാൻ നല്ല ചേല. എന്റെ മണ്ണെ, കോപം മൂത്ത് കുഴഞ്ഞ ചോറും എരിവും പുളിയില്ലാത്ത കറി എന്നെ കൊണ്ട് കഴിപ്പിക്കില്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. പിന്നെന്താ മുഖത്തൊരു ചുവന്ന തിളക്കം? ആ ചെറുക്കൻ അങ്ങനെയാ. എന്റെ അനിയനല്ലേ, അത്രയൊക്കെ വിവരം ഉണ്ടാവുള്ളൂ. ക്ഷമിച്ചേളാ. ടേപ്പ് റെക്കോർഡിനെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ ഡാൻസ് ചെയ്യുക? അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ആരാ ഒന്ന് പാടിത്തരിക, ഒന്ന് താളം പിടിക്കുക. അപ്പോ പാട്ടും താളവും മാത്രമേ ഉള്ളൂ പ്രശ്നമല്ലേ? ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അനുസരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. പിന്നെ എന്റെ ഏട്ടങ്ങണാപ്പന്റെ സ്വഭാവമൊന്നുമല്ല എന്റേത്. അയാള് വെറുതെ കിടന്ന ചാടത്തേ ഉള്ളൂ. പെണ്ണുമ്പിള്ള കളഞ്ഞു കാണിച്ചാൽ മൂപ്പര് വാലി ഉരുട്ടും. പക്ഷേ എന്റെ അടുത്ത് ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും വില പോവില്ല. എന്നെങ്കിലും ആ ലൈനിൽ നീങ്ങിയാൽ അപ്പം ഡൈവോഴ്സാ. അതാണ് എന്റെ പോളിസി. ഇനി എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഉണ്ട്. നീ എന്റെ 2ാമത്തെ ഭാര്യയായിരിക്കും. ഏയ്, എന്റെ ആദ്യത്തെ ഭാര്യ എന്റെ ഗിറ്റാറാ. എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. വരട്ടെ.
ഇതാരുടെ എഴുത്ത്? രണ്ടാം ഭാര്യയായി ജീവിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടെന്നറിയില്ല, എനിക്കിഷ്ടമായി. എവിടുന്ന് കിട്ടി? എന്റെ ഭർത്താവിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന്. എന്റെ പോക്കറ്റിന്നോ? സത്യമായിട്ടും ഞാൻ എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് എഴുതിയ പെൺകുട്ടി? അയ്യോ, എന്റെ പൊന്നെ ജെന്നെ, നീ എന്നൊന്ന് വിശ്വസിക്കേ. എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാം ആരാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ ഉടമയെ എനിക്ക് നല്ല പരിചയമുണ്ട്. ചോദിക്കേണ്ടത് ഞാൻ അവളോട് ചോദിച്ചോളാം. ജനനി, ഒരുപാടായല്ലോ. ഈ ലെറ്റർ എഴുതിയത് നീയല്ലേ? നീയാണോ എഴുതിയത്? അതെ. എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് എങ്ങനെ രാമുവിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു? ഇഷ്ടപ്പെട്ടു പോയെന്നല്ലാതെ ഞാൻ എന്തു പറയാനാണ്? ആർ യു മാൻ? ലൈഫിനെ കുറിച്ച് ഇന്ന് വരെ സീരിയസ് ആയി ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത അവന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കും? അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടില്ല. എനിക്കിഷ്ടമായി, അത്രയേ ഉള്ളൂ. ഫാസിനേഷൻ എന്നോ ക്രേസ്നെസ് എന്നോ എന്തു വേണോ നീ പറഞ്ഞോളൂ. അവന് ഭ്രാന്താണ് സിന്ധു. നിനക്ക് ഒരിക്കലും അവനെ കറക്റ്റ് ചെയ്യാനാവില്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഈ കത്തിലെഴുതി. ഒരു റിസ്ക് ആവാം, സാരമില്ല. ഇഷ്ടപ്പെട്ടു പോയില്ലേ? രാജകുമാരി തവളയെ പ്രേമിച്ചു, പിന്നെ അല്ലേ സിന്ധു രാമനാഥനെ. എടി മണ്ടി, പ്രേമത്തിന് കണ്ണിലെന്ന് കേട്ടിട്ടില്ലേ? പ്രേമിച്ചു പോയോ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഒരു രക്ഷയില്ല. നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. ഞാൻ വരണ്ടു പോയത് കുരിശ് നീ എന്റെ തലക്കേറ്റ് വെച്ചോന്ന് പേടിച്ച അല്ല. ആ കത്ത് എന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടും നീ എന്താ എന്നെ സംശയിക്കാഞ്ഞു? എന്റെ അമ്മ പറയാറുണ്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ സിന്ദൂരത്തിന്റെ തിളക്കത്തിന് കാരണം തന്നെ ഭർത്താവിലുള്ള വിശ്വാസമാണെന്ന്. പിന്നെ ഒരു പഴഞ്ചൻ ആത്തുകാരിയല്ല ഞാൻ. എനിക്കെന്റെ ഭർത്താവിനെ അറിയാം. എന്റെ കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റി. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ കഥ അവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതിയതാ. നിങ്ങളുടെ ബന്ധത്തെ ഒരിക്കലും പിരിക്കാനാവാത്ത ഒരു ബന്ധനമായി ആ കുഞ്ഞ് വളരുമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അവളാണ് വലുത്, നീയാണ് വലുതെന്നുള്ള നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും താളപ്പിഴ ഉണ്ടാക്കും.